അങ്ങനെ നമ്മുടെ ചന്ദ്ര ഒരേലസ് പോരാഞ്ഞിട്ട് അടുത്ത ഏലസും കൂടെ കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അന്നേരമായിരിക്കും നമ്മുടെ ശ്രുതി വിളിച്ച് എന്തൊക്കെയോ പറയുന്നത്. ശ്രുതിയുടെ ശബ്ദം കേട്ടത് നമ്മുടെ ചന്ദ്ര എന്തൊക്കെയോ വായ തോന്നിയൊക്കെ വിളിച്ചു പറയാണ്, നിന്റെ ശബ്ദം കേൾക്കുന്നതേ എനിക്ക് വെറുപ്പാണ്. ഇനി ഈ ഫാമിലിയിലേക്കും എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് നീ വലിഞ്ഞു കയറി വരരുത് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് അത് വല്ലാണ്ട് ഫീൽ ആവുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രയുടെ അടുത്തുള്ള ഫോൺ കട്ടാക്കിയിട്ട് പറയും, അമ്മേ എനിക്ക് ഒരു സമാധാനം ഇല്ലായിട്ടാണ് ഞാൻ ഷോറൂമിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് വന്നത്. ഇവിടെ ആയപ്പോൾ അതിനേക്കാൾ അപ്പുറം എനിക്കൊരു സമാധാനം തരുമോ, ഒന്ന് ഇവിടുന്ന് ഇറങ്ങി പോകാവോ എന്നങ്ങ് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ഷോക്ക് ഏറ്റതുപോലെ കേട്ടോ, ഭയങ്കര കരച്ചിലാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഹാളിലേക്ക് വരുന്ന നേരം നമ്മുടെ സച്ചിയും രേവതിയും അത് കാണുകയാണ്. സച്ചി പറയും, സാധാരണ അമ്മ സവാള കട്ട് ചെയ്യുമ്പോഴാണ് കരയാറുള്ളത്, ഇവിടെ എവിടെയും സവാള കട്ട് ചെയ്യാൻ സവാളയൊന്നും ഇല്ലല്ലോന്ന്. എന്താ അമ്മ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയും, ശ്രുതി അങ്ങനെ പറഞ്ഞു, അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, സഹിക്കാൻ വയ്യ. അവൻ ഇന്ന് വരെ എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, എന്നെ വലിയ ഇഷ്ടമായിരുന്നു, ഇപ്പം അവൻ എന്നെ വേണ്ടാത്തവളായി എന്നൊക്കെ പറഞ്ഞ് കരയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്കും സങ്കടാവുന്ന ഒരു പ്രമോ ആയിരുന്നു കേട്ടോ ഇന്നത്തേത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.